Engines on. ഇനി വരൂ, നമുക്കൊരു കൈ നോക്കിയാലോ. തീ പിടിച്ചു. കുറച്ചു കുട്ടികൾ അകത്തുണ്ട്. ആദ്യം ഇവനുള്ള പണി കൊടുക്കട്ടെ, എന്നിട്ട് അവരെയൊക്കെ രക്ഷിക്കാം. വെച്ച് പറക്കാൻ പഠിപ്പിക്കാൻ അപ്പൂപ്പനോട് എന്തായാലും പറയണം. ഞാൻ ദേ പറഞ്ഞല്ലോ, ഇപ്പൊ നിനക്കുള്ള പണി തരാം. ഷെടാ, അവൻ എന്റെ തലയ്ക്ക് നേരെയാണല്ലോ പറന്നു വരുന്നത്. ബോസ്, രക്ഷിക്കണേ! അത് വീരാണല്ലോ, ജിഡുവിനെ വിളിക്കേണ്ടി വരും. കുട്ടികളെല്ലാം പുറത്തെത്തിക്കണം. ഫയർ സൂട്ട് ഓൺ. ഇംലി, നീ ഇവിടെ തന്നെ നിന്നോ, ഞാൻ പോയി കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരാം. അപ്പൂപ്പ, ഇയാളുടെ പേര് ടൈഗർ എന്നാ. ഇതിൽ അയാളുടെ നമ്പറും അഡ്രസ്സും എല്ലാം ഉണ്ട്. ഇവിടെ എല്ലായിടവും നോക്ക്, അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഞാനിപ്പോ അയാൾക്ക് ഫോൺ ചെയ്യാം. ആ സമയത്ത് ഇവിടെ ചുറ്റും ആരാണ് ഫോൺ സംസാരിക്കുന്നതെന്ന് നോക്കാം. മന്ത്രി സാറേ, നിങ്ങളിപ്പോ ഞങ്ങളുടെ സ്ഥലത്തേക്ക് വന്നിരിക്കുക. അതിന് വളരെ വളരെ നന്ദിയുണ്ട്. ഒരല്പസമയം വെയിറ്റ് ചെയ്യൂ. ശുഭമുഹൂർത്തത്തിന് ഇനിയും സമയം ബാക്കിയുണ്ട്. അവിടെയുണ്ട്, ആ ബിൽഡിംഗിന്റെ മുകളിൽ. ഹലോ, ആരാ? കാണാൻ ഞാൻ ചിലപ്പോ ഒരു കൊച്ചു പയ്യനായിരിക്കും. എന്റെ പേരാണ് വീർ. എന്നെ വിട്ടേക്ക്. എന്നെ രക്ഷിക്കണേ. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കേ. ബോംബ് എവിടെയാണ്, എങ്ങനെയാണ് ബ്ലാസ്റ്റ് സംഭവിക്കുക, എല്ലാം പറ. ബോംബ് എൻട്രൻസിലാണ് വെച്ചിരിക്കുന്നത്. അത് ഈ റിമോട്ട് ഉപയോഗിച്ച് ബ്ലാസ്റ്റ് ചെയ്യാം. ജിൻടു, ആ ബോംബ് ഇവിടേക്ക് കൊണ്ടുവാ. ഇത് ഏതു തരം മാജിക്കാ? ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? അപ്പൂപ്പ, ആ ബോംബിന്റെ റിമോട്ട് ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. ഇനി ഒരു പ്രശ്നവുമില്ല. മന്ത്രി സാറേ, ശുഭമുഹൂർത്തമായി. ഇനി ഉദ്ഘാടനം ചെയ്താലും. അകടം പകടം പാലം പാലം ഓർമ്മകളെല്ലാം മാഞ്ഞു പോട്ടെ. ഇതുവരെ നിങ്ങൾ കണ്ടത് എല്ലാം ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോട്ടെ. ഇനി ഗ്രാമത്തിൽ പോയി കൃഷിപ്പണി ചെയ്തോ? ജിൻടു, എന്നും രാവിലെയും രാത്രിയും 2 നേരം പല്ല് തേക്കണം. അപ്പൊ പിന്നെ നിന്റെ പല്ലിൽ ഒരു ജംസ് പോലും കാണില്ല. നിനക്ക് അവന്റെ പേരറിയായിരുന്നു അല്ലേ? എന്നിട്ട് നീ എന്താണ് എന്നോട് പറയാതിരുന്നതാ? വേഗം ചെന്ന് വീറിനെ പിടിച്ചു കെട്ടി കൊണ്ടുവാടാ. ഇംലിതെ കണ്ടില്ലേ, നമ്മുടെ പ്ലെയിൻ തന്നെ കോമ്പറ്റീഷൻ ജയിക്കും. വീർ, ഞാനൊരു പ്ലെയിൻ പറത്തട്ടെ? നോ ജിൻടു, ഒരു പ്രാവശ്യം ഞാൻ വേണ്ടാന്ന് പറഞ്ഞതല്ലേ. കിടക്കുന്നു ഇംലിയുടെ പ്ലെയിൻ.
കൊടുകൈ. ബണ്ടി ചീറ്റിംഗ് ചെയ്യാ. അവന്റെ കൂട്ടുകാരനെ എന്റെ പ്ലെയിന് താഴെ ഇട്ടെ. ഞാൻ ഇപ്പൊ എന്റെ വിരല് ഞൊടിച്ച് അവർക്ക് പണി കൊടുക്കാം. പ്ലെയിനിന്റെ പുറകെ വരുന്നേ, രക്ഷിക്കണേ സാർ, മാഡം രക്ഷിക്കണേ. സ്വിംഗ് സ്യൂട്ട് ഓൺ. Swing suit on. ജിൻടു പ്ലീസ്, നീ മാജിക് ഒന്ന് നിർത്ത്. തിരിച്ചു വാ. നീ ഇവിടെ എന്തൊക്കെയായി ചെയ്തോണ്ടിരിക്കുന്നെ? ഇതുപോലത്തെ മാജിക് ഒന്നും കാണിക്കരുതെന്ന് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നീ ഇതൊക്കെ എങ്ങനെയാ ചെയ്തത്? ജിൻടു എല്ലാം പഴയതുപോലെയാക്ക്. പിന്നെ ബണ്ടിയുടെ ഓർമ്മ മായ്ച്ചു കളാ. അകടം പകടം ആലം പാലം ഓർമ്മകളെല്ലാം മാഞ്ഞു പോട്ടെ. ഇവിടെ കണ്ട കാഴ്ചകളെല്ലാം ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോട്ടെ. വീർ, നമ്മളിവിടെ എന്ത് ചെയ്യാ? കോമ്പറ്റീഷൻ വേറെ ഗ്രൗണ്ടിലല്ലേ നടക്കുന്നേ? ഞാനും എന്നാ പോവാ. ഞാൻ ചെയ്ത ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. ബൈ ബൈ. Timbuktu, are you ready? റെഡി ബോസ്. കൊള്ളാം. ഇതാ പിടിക്ക്, ഈ ഗ്ലൗസ് അണിയ. ബോസ് ബോസ്, എന്റെ ബോഡി ഇപ്പം മെറ്റലായി മാറിയിരിക്കുക. ഈ മെറ്റൽ ഷീൽഡ് വീറിന്റെ ഇലക്ട്രിക് മാഗ്നറ്റിക് റേസിൽ നിന്നും രക്ഷിക്കാം. ഇതിന്റെ ശരിക്കുമുള്ള പവർ ആ ഗ്ലൗസിനുള്ളിലാണുള്ളത്. ഏത് തരത്തിലുള്ള പവേഴ്സ് ആണ് ബോസ്? ടിംബക്ടു, നിന്റെ കയ്യിലുള്ള മെറ്റൽ ഗ്ലൗസ് കൊണ്ട് നീ ഏതെങ്കിലും ഒരു മനുഷ്യനെ തൊട്ടു കഴിഞ്ഞാൽ അയാൾ ഉടനെ തന്നെ ഭയങ്കരമായ ഷോക്ക് അടിക്കുന്നതാണ്. പിന്നെ മെഷീനിൽ നീ തൊടുകയാണെങ്കിൽ ആ മെഷീനിനുള്ളിലെ എല്ലാ പവേഴ്സും നിന്റെ അകത്തേക്ക് വന്നു ചേരും. ആ പവേഴ്സ് ഒരു പക്ഷെ ബാറ്ററിയുടേതായിരിക്കും, അല്ലെങ്കിൽ അത് ഇലക്ട്രിക് ആയിരിക്കും. ബോസ്, നിങ്ങൾ ജീനിയസ് ആണ്. യു സൂപ്പർ ഡൂപ്പർ ജീനിയസ്. അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. ചെല്ലോ, ചെന്ന് പ്രേം സഹായുടെ റോബോട്ട് വീറിനെ കണ്ട് നല്ലൊരു ഷേക്കൻഡ് കൊടുക്കോ. അവന്റെ പവർ എല്ലാം നിന്റെ കയ്യിൽ എത്തിച്ചേരും. പിന്നെ നീ അവനെ പോക്കെ എടുത്തോണ്ട് ഇങ്ങോട്ട് പോന്നേക്ക്. നോക്കി നിൽക്കാതെ പോടോ. ഓക്കെ ബോസ്, വിഷ് മീ ലക്ക് ബോസ്. ഓക്കെ. ഇത് ടിംബക്ടു ആണല്ലോ. വീറിനെ പിടിക്കാൻ എന്തോ പവറായിട്ട് വന്നതാ. വീറിനെ ഇത് അറിയിച്ചേ പറ്റൂ. ഞാൻ വളരെ ശക്തിശാലിയായി മാറുകയാണ്. ഞാൻ ബലവാനായി കഴിഞ്ഞു.